അത് കുടിക്കേ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എഴുന്നേറ്റേ ആരോഗ്യം പോകും. ബൂസ്റ്റ് തീർന്നു പോയി. അങ്ങനെ പറയല, ഒറ്റ വലിക്ക് കുടിച്ചാ മതി. ഇങ്ങനെ കരയല്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല ക്ലീറ്റോ. ഒരു വീഡിയോ വന്ന് നോർത്തിപ്പോ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, പിന്നെ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ പാർട്ടി ഓഫീസും ഒക്കെ ചെന്നാ ക്ലീറ്റോനെ ആരെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടോ? ഇല്ലല്ലോ. എന്നെ ഇനി അങ്ങോട്ട് കേറണ്ട, ഒരു തീരുമാനമായിട്ട്. അമ്മാവ് എന്തെങ്കിലും ഒന്ന് പറയും ഇതിനോട്. എന്തിനങ്ങനെ ഇരുന്ന് കരയണ? അയ്യേ, ഈ 2 ദിവസമായിട്ട് ഈ വീടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ നാണക്കെട് മാറുമോ? അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ഇപ്പൊ ഇത്ര നാണം കെടാൻ എന്താ ഉള്ളത്? 10 പേര് അറിഞ്ഞില്ലേ ക്ലീറ്റോനെ? നല്ല കാര്യമായിട്ടാണ് അവിടെ അറിഞ്ഞ്. അതല്ലേ പാർട്ടി അവനെതിരെ നടപടി എടുത്തോണ്ടിരിക്കണത്. അറിവില്ലായ്മ കൊണ്ടല്ലേ? അറിവൊക്കെ ഉണ്ട്. എടാ, നീ പതറരുത്. പല പ്രതിസന്ധികളെയും തരണം ചെയ്താലാണ് ഒരു രാഷ്ട്രീയ നേതാവിന് മുന്നോട്ട് വരാൻ പറ്റൂ. അതുപോലെ നീ കനകനോട് പറയുന്നത് കേട്ടല്ലോ, ഇത് ഞാൻ മാറ്റും, ഫോട്ടോഗ്രാഫീസ് വെച്ച് മാറ്റി ഞാനെല്ലാമാക്കും, എന്നിട്ട് അവന്റെ കോടികൾ വാങ്ങുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്. അമ്മാവ, അതൊക്കെ ഞാൻ അപ്പോഴും ചുമ്മാ പറഞ്ഞല്ലേ, കനകനെ തോപ്പിക്കാൻ വേണ്ടി. കനകൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ അവനോട് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതൊന്നും നടക്കൂല. ഇതിപ്പോ പെറ്റിടുന്ന കൊച്ചു പിള്ളേർ വരെ കാണുകയാണ് ഈ വീഡിയോ. പിന്നെ എങ്ങനെ? എന്നാ നിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരോട് പറ, ഞാനല്ല ഇത് ചെയ്തത്, എന്റെ വിരോധികൾ ചെയ്താണെന്ന് പറ. അത് എങ്ങനെ പറയും അമ്മാവ? ആ നടരാജൻ എന്ന് പറഞ്ഞ വായി നോക്കിയില്ലേ, അവൻ റോഡിലിറങ്ങിയ ആളുകളെടുത്ത് മുഴുവനും പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന്. എങ്ങനെ പറയും? എല്ലാ ആൾക്കാരും കാര്യമായിട്ട് എടുത്തു വെക്കും. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യും, ഈ വീട്ടിലങ്ങനെ അടച്ചിരിക്കാണ്ട ആരാണ് ഈ തെണ്ടിത്തരം കാണിച്ച് ഈ വീഡിയോ വിട്ടത് അവനെ കണ്ടെത്തിയിട്ട് അവനെ കൊണ്ട് തന്നെ എനിക്ക് തെറ്റുപറ്റിയതാണ്, ക്ലീറ്റസ് നല്ലവനാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്ക്. അപ്പൊ ഈ കണ്ടവരെന്നെ വീണ്ടും അതും കാണും, നീ വീണ്ടും ഫേമസ് ആവും. ഇതിപ്പോ ഒരാളൊന്നും അല്ല അമ്മാവ, എന്റെ പാർട്ടിയിലുള്ള കുറച്ചുപേരുണ്ട് എന്നോട് അസൂയുള്ള. അവൻ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് എനിക്കെതിരെ ഇത് ആളിറക്കിയതാ. അവൻ ഇറക്കുമതിയാണ്. അവനെ ഇന്നേ വരെ ഇവിടെ കണ്ടിട്ടില്ല. എനിക്കറിയാം ഇത് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നീയും ഒരു രാഷ്ട്രീയക്കാരനല്ലടാ. നിനക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടായെങ്കിൽ ആ പാർട്ടിയിൽ തന്നെ നീ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്ക്. ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയാലാണ് നേതാവാൻ പറ്റൂ. അതിന് 4 പേരല്ലേ എന്റെ കൂടെ ഉള്ളൂ. ആകെ 4-3 ഏടല്ലേ ഉള്ളൂ. അതിൽ 4 പേരും എന്റെ കൂടെ അല്ലേ. അപ്പൊ നീ എന്നെ വലിയ ഇപ്പൊ പാർട്ടി പറഞ്ഞേക്കണ എന്താണെന്നറിയാമോ? ഇതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി വന്നാ പാർട്ടി ഒന്നിലും ഇടപെടൂല, ഇഷ്ടം പോലെ ആയിക്കോളാം. ഇത്ര നാള് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞാൻ ഇപ്പൊ അങ്ങനൊന്നും വരില്ല. എന്നാൽ ഈ വീഡിയോ ഇറക്കിയ തെണ്ടീനിപ്പോ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാവ. 10 തലയുള്ള രാവണനില്ലേ, ഈ രാവണനെ മുട്ടുകുത്തിക്കാൻ പുതിയ മാർഗം കണ്ടെത്തിയതാ ഈ ഇറക്കുമതി. എനിക്കറിയാം. എന്നാ പിന്നെ അത് രാമനായിരിക്കാനാ വഴി, അല്ലാണ്ട് രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അമ്മാവ ശവത്തി കുത്താൻ വന്നതാണ്. ചീത്ത വിളിക്കാതോ നേതാവ് വിളിക്കുന്നതായിരിക്കും. എന്റെ ജീവിതം പോയി. എടാ, നീയൊക്കെ പാർട്ടിക്ക് വേണ്ടി ഈ ശുഷ്കാന്തി കാണിക്കാത്തത്, ഒരു മീറ്റിംഗ് വരുമ്പോൾ 10 ആളെ അറിയിക്കാത്തത്, അല്ലെങ്കിൽ പിന്നെ ഒരു സമ്മേളനം നടക്കണം അതിൻ്റെ വിവരങ്ങൾ 10 പേരെടുത്ത് പറയാത്തത്. ഞാൻ ഇങ്ങനെ ഒരു അറിയാതെ ഒരു സംഭവം ചെയ്തപ്പോൾ ഇനി നീയൊക്കെ അറിയിക്കാൻ ഒരു മനുഷ്യനുമില്ല. ഞാൻ അറിഞ്ഞു. എൻ്റെ അളിയെ ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. പോവാ, ഞാൻ മുത്തുലക്ഷ്മി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതി മതി, ഇനി എന്തിനാ അധികം പറയണ്ട. നീ ഒരു പെണ്ണിനോട് പറഞ്ഞല്ലോ, മതി, അത് തന്നെ ധാരാളം. അതെ, ഇവിടെ വന്നിരുന്ന് പ്രഹസനമൊന്നും കാണിക്കണ്ട. അത് കാണാനല്ല, ആ വീഡിയോ പിടിച്ചോന്റെ വിവരം വല്ലതും കിട്ടിയോ? അളിയാ, വിവരമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ തപ്പുന്നുണ്ട്. കിട്ടും കിട്ടും, തപ്പിക്കൊണ്ടിരുന്നാ മതി. നിങ്ങൾ പോ, വയ്ക്കോ. പോട്ടാ. അയ്യോ, ഒന്ന് പോയി തരുമോ നടരാജ?
സ്വസ്ഥമായിട്ടൊന്ന് വിഷമിക്കാനും സമ്മതിക്കൂലേ അമ്മ. ഓടി ഓടി വന്ന അതും കൊണ്ടുവരാൻ ക്ലീറ്റ വെട്ടട്ടെ. ക്ലീറ്റോ! ക്ലീറ്റോ! അയ്യോ! ക്ലീറ്റോ, ഇത് ഇവനാണ് എന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇതാണെന്നറിയാമോ? ഇത് അസീസ് എന്നോട് ആലപ്പുഴ ഉണ്ടായിരുന്ന ഇപ്പൊ ട്രാൻസ്ഫർ ആയി കൊടുത്തേക്ക നമ്മുടെ ഫാസിലിന് പകരം. അളിതാരല്ലേ? ഇതെന്റെ ആളി, എന്റെ പെങ്ങളെ ഭർത്താവ്. ഇത്രയും വിവരമില്ലാത്തവനാളിയാ നിന്റെ കാര്യം എന്ത്? എന്റെ പൊന്നു പെങ്ങളെ ഈ കാലമാടനോട് എങ്ങനെ ജീവിക്കുന്നത്? എന്താ സംഭവിച്ചാ? എന്റെ ആളിയാ, ഞാൻ ഇന്നലെ വന്നു കോട്ടേഴ്സിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങി. അപ്പൊ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ അന്നം ആ പോസ്റ്റിൽ ഇപ്പൊ പാർട്ടിയുടെ എന്തോ പരിപാടിയുടെ ഫ്ലെക്സ് കൊണ്ട് ഒട്ടിക്കാൻ പോകും. ഒട്ടിച്ചാ നീ അങ്ങ് വീഡിയോ എടുത്ത് ആൾക്കാരെ കാണിക്കുമല്ലോ. ഞാൻ കാണിക്കും. ഞാൻ അവന്റെ കാല് പിടിച്ചാൽ ഒട്ടിക്കല്ലേ ഒട്ടിക്കല്ലേ ഒട്ടിക്കല്ലേ. എന്നിട്ട് അവൻ തരും ആഹാരം എന്നെ അടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഷൂട്ട് ചെയ്താൽ ഫേസ്ബുക്കിൽ ഇട്ടു കൊടുത്തു. നീ നോവിച്ചിരിക്കുന്നത് മൂർഖ പാപ്പനാണ്. ഓ എന്നാ പോടാ. നീ ഇവിടെ അധികാരം ജോലി ചെയ്യണം. നിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ മുഴുവൻ ഞാൻ ഫ്ലെക്സ് ഒട്ടിക്കും. നീ വാ എർത്തേരുന്നു നിനക്ക്. അസീസ് ചുമ്മാ നീ കാണുന്ന എന്റെ ആളിയനായപ്പോ ആള് പാവം തോന്നുന്നല്ലേ? ആള് പാവുന്ന രണ്ടടിയിൽ കുറവുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു. നീ ഇത് ഫേസ്ബുക്കിൽ കിട്ടത് പിടിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അത്. അല്ല എന്നിട്ട് ഞാൻ അത് വെക്കാൻ പോയപ്പോ എന്റെ അടുത്ത് പറയണം നിന്നെ പോലുള്ളമാരെ എനിക്ക് ദേഷ്യം എന്റെ അടുത്ത് ദേഷ്യം പറയാൻ അത് സ്ഥിരമുള്ളതാണ്. ഇത് ഇവിടെ ആരും വന്നാലും വാഴൂലളിയാ. എന്റെ കൂട്ടുകാരന്മാർ ആരും വന്നാലും മുടക്കാം. നേരത്തെ ഫാസിലില്ലായിരുന്ന നമ്മളെ പഴയ ഫാസിൽ ഇപ്പൊ ആലപ്പുഴ പോയില്ലേ? അവനോട് ഡെയിലി ഉടക്കായിരുന്നു. എന്റെ അളിയന്റെ പറ ആ ഫാസിലല്ല ഞാനെന്ന്. അവനെ തേച്ച് ഒട്ടിക്കും ഞാൻ. അളിയൻ കുളിയൻ ആലപ്പുഴക്കാരനാണ്. വെട്ടി പിരിത്തളയും പറ അവനെ കേട്ടാ. പിന്നെ അല്ലാതെ മനുഷ്യന്മാരെങ്ങനെ ഉപദ്രവിക്കണോ? അത് പോട്ടെ. കുറച്ച് ലഡു എല്ലാം പൊട്ടിപ്പോയി കലക്കി കുടിക്കാൻ. ഹലോ